ഗേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാൻ, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഇഷ്ടം എന്ന സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ. എപ്പിസോഡ് തുടങ്ങുന്നതിന് കൈലാസ് ഇങ്ങനെ ആലോചിക്കുന്നതാണ്, എങ്ങനെയും ഇവിടുന്ന് രക്ഷപ്പെടണം, ഇഷിതയെ പിന്നീട് കിട്ടുന്ന രീതിയിൽ ആലോചിക്കാം എന്നുള്ളത്. അങ്ങനെയാണ് നമ്മുടെ ആ സമയത്ത് ഈ ആലോചിക്കുന്ന സമയത്താണ് മഞ്ജിമ അങ്ങോട്ട് കടന്നു വരുന്നത്. അപ്പം മഞ്ജിമയോട് പറയുന്നു, ഇവിടെ നിന്ന് പോകാൻ, എൻ്റെ മാനത്തിന് ഇവിടെ ഒരു വിലയുമില്ല എന്നൊക്കെ പറയുന്നു. അപ്പോൾ സ്വപ്നവല്ലിയും വരുന്നു. അപ്പോൾ സ്വപ്നവല്ലി പറയുന്നു, അങ്ങനെ പോകാൻ പറ്റില്ല, എന്തായാലും രാമും വരട്ടെ, നിങ്ങളും കൂടെ പോയാൽ ഞാൻ ഒറ്റപ്പെടുന്നു പറയുന്നു. അപ്പോഴാണ് നമ്മുടെ ചിപ്പി അങ്ങോട്ടേക്ക് വരുന്നത്. എൻ്റെ അമ്മ എവിടെയെന്ന് ചോദിക്കുന്നു. അപ്പോൾ സ്വപ്നവല്ലി പറയുന്നു, നിൻ്റെ അമ്മയോ? അങ്ങനെ ഇഷിതയെ പറ്റി മോശമായിട്ട് സംസാരിക്കുകയാണ്. ആ സമയത്ത് മഹേഷ് അങ്ങോട്ട് കടന്നു വരുന്നു. അപ്പോൾ മഹേഷ് പറയുന്നു, ഇഷിതയെ പറ്റി ഒരു കാരണവശാലും മോശം പറയരുത്, അവളെ എനിക്കറിയാം നന്നായിട്ട്, അവളൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയുന്നു. അപ്പം ചിപ്പിയോട് പറയുന്നു, മോള് അമ്മ അപ്പുറത്തുണ്ടല്ലോ, നൂറിലുണ്ട്, മോൾ അങ്ങോട്ട് ചെന്നോളും, അമ്മയുടെ ഫോണും കൂടെ എടുത്തോളാൻ പറയുന്നു. അങ്ങനെ മഹേഷ് റൂമിലേക്ക് പോകുന്നു. ഈ സമയത്താണെങ്കിൽ ഇഷിത അപ്പുറത്ത് വീട്ടിലിരുന്ന് ഇങ്ങനെ സോഫയിലിരുന്ന് ആലോചിക്കുകയായിരുന്നു. മഹേഷ് പറഞ്ഞ കാര്യങ്ങളും തന്നെ വിശ്വസിച്ചില്ലല്ലോ, തൻ്റെ കൂടെ നിന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു. ആ സമയത്താണ് അനിയത്തിമാർ രണ്ടുപേരും അങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഇഷിതയോട് പറയുന്നു, ചേച്ചി വിഷമിക്കേണ്ട, ഞങ്ങൾ ഇതിന് പകരം കൊടുക്കും. അപ്പോൾ ഇഷിത പറയുന്നു, നിങ്ങളൊന്നും ചെയ്യാനൊന്നും പോകണ്ട എന്ന് പറയുന്നു. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, ഏട്ടത്തിയല്ലേ പറഞ്ഞത് എനിക്കൊരു ഏട്ടനില്ല എന്ന്. പക്ഷെ ഞങ്ങൾ രണ്ട് പെണ്ണുങ്ങളുണ്ടോ, പെണ്ണുങ്ങൾക്ക് എന്താ ഒന്നും ചെയ്യാൻ കഴിയില്ലേ, അവനെ അറിയിക്കണം, അവനിനി ഒരിക്കലും അവൻ്റെ മനസ്സിൽ ഓർത്ത് വയ്ക്കുന്ന രീതിയിൽ ഒരു പണി കൊടുക്കണം എന്നുള്ള രീതിയിൽ പറയുന്നു. അപ്പോൾ ഈശോ പറയുന്നു, അതൊന്നും വേണ്ടാന്ന്. അപ്പോഴത്തേനും ചിപ്പി അങ്ങോട്ടേക്ക് കടന്നു വരുന്നു. ചിപ്പിയെ കണ്ടത് അവൾ ഭയങ്കര ഹാപ്പി ആവുന്നു. അമ്മ എന്താ ഇവിടെ വന്നിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ പറയുന്നു, അമ്മ അമ്മയുടെ അടുത്ത് കുറച്ച് ദിവസം നിൽക്കാൻ വന്നത്. അപ്പം ചോദിക്കുന്നു, മോൾ എങ്ങനെ ഉറങ്ങുന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ ഇഷിത പറയുന്നു, മോള് ഡാഡിയുടെ കൂടെ ഉറങ്ങണം എന്ന് പറയുന്നു. അമ്മയെ കാണണമെന്ന് തോന്നുമ്പോൾ എപ്പോൾ വേണേലും വരാമല്ലോ, മോൾക്ക് സങ്കടം വരുമ്പോൾ മോൾ എന്താ ചെയ്യുക. അപ്പോൾ കെട്ടിപ്പിടിക്കുക. അങ്ങനെ ഇഷിതയെ കെട്ടിപ്പിടിക്കുകയാണ്. ഈ സമയത്ത് മഹേഷ് റൂമിലിരുന്ന് ആലോചിക്കുകയാണ്. ഡൽഹിയിലിരുന്ന് ഇഷിതയെ വിളിച്ച കാര്യങ്ങളും അവളൊരിക്കലും തെറ്റില്ലേ, അവളെ രക്ഷപ്പെടുത്തണം, ഇതിൻ്റെ ഇടയിൽ ആരാ ഉള്ളതെന്ന് വെച്ചാൽ ആരെയായാലും കണ്ടുപിടിക്കണം, അതിന് പകരം കൊടുക്കണം എന്നുള്ള രീതിയിൽ മഹേഷും ചിന്തിക്കുകയാണ്. പിന്നീട് വീണ്ടും കൈലാസിനെ കാണിക്കുകയാണ്. അപ്പോൾ കൈലാസ് പറയുന്നു, എനിക്ക് എന്തായാലും ഇവിടുന്ന് പോകണമെന്നും പറഞ്ഞു പെട്ടിയൊക്കെ പാക്ക് ചെയ്യുകയാണ്. അപ്പം നമ്മുടെ മഞ്ജിമ അങ്ങോട്ട് വന്നിട്ട് പറയുന്നു, കൈലാസായിട്ട് അമ്മ പറഞ്ഞതല്ലേ പോകരുതെന്ന്. ഇല്ല മഞ്ജിമ, നമുക്ക് പോകണം, നമുക്ക് തൽക്കാലം എൻ്റെ വീട്ടിലോട്ട് പോകാം, പിന്നീട് നമുക്കൊരു വാടക വീട് കണ്ടെത്താം എന്നുള്ള രീതിയിൽ പറയുന്നു. അപ്പം മഞ്ജിമ പറയുന്നു, എനിക്ക് ഇങ്ങനെ ഒരു ഭർത്താവിനെ കിട്ടിയതാണ് എൻ്റെ ഭാഗ്യം, എന്തായാലും നമുക്ക് പോകാം, ഞാൻ അമ്മയോട് പറയാമെന്ന് പറയുന്നു. അങ്ങനെ മഞ്ജിമ അമ്മയോട് പറയാൻ വേണ്ടി പോകുന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആകാശ് വന്ന് രചനയോട് മഹേഷും ഇഷിതയും വേർപിരിഞ്ഞെന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ രചനയാണ് ഇത് കേട്ടതോടുകൂടി ഭയങ്കര സന്തോഷമാണ്. ആര് പറഞ്ഞെന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ മൃണാളിനി പറഞ്ഞതാണെന്ന് പറയുന്നു. അപ്പോൾ രചന പറഞ്ഞു, അവൾ പറഞ്ഞാണെങ്കിൽ അത് കറക്റ്റ് ആയിരിക്കും എന്ന് പറയുന്നു. അപ്പം നമ്മുടെ ആദ്യം അവിടെ ഒരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ആദ്യക്ക് പെട്ടെന്ന് പഴയ ഓർമ്മകളൊക്കെ ഇങ്ങനെ മനസ്സിലൂടെ കടന്നു പോവുകയാണ്. ആശുപത്രിയിൽ അവൾ ചികിത്സ കാര്യങ്ങൾ. പെട്ടെന്ന് അവൻ എഴുന്നേറ്റിട്ട് പറയുന്നു, ആ ഡോക്ടർ അവർ പാവമല്ലേ എന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ രചന ചോദിക്കുന്നു, നീ എന്തൊക്കെയാ ഈ പറയുന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ നമ്മുടെ ആകാശ് പറയുന്നു, ഇനി ഒരു കാര്യം ചെയ്യാം, നമുക്ക് ചിപ്പിമോളെയും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പറ്റും, ഇപ്പോൾ അവർ വേർപിരിഞ്ഞല്ലോ, അപ്പം നമ്മുടെ കമ്മീഷനെ കണ്ട് പോയി പറയണമെന്ന് പറയുന്നു. അവരാണെങ്കിൽ കുട്ടിയെ നോക്കുന്നില്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ ചിപ്പിയെ നമുക്ക് കിട്ടും, നിനക്ക് ചിപ്പിമോളെ കൊണ്ടുവരാൻ പറ്റുമെന്നുള്ള രീതിയിലൊക്കെ പറയുന്നു. അപ്പോൾ രചനയും ഹാപ്പി ആവുന്നു. അപ്പോൾ രചന പറയുന്നു, അങ്ങനെ ചെയ്യാം എന്നുള്ള രീതിയിൽ പറയുകയാണ്. പിന്നീട് നമ്മുടെ കൈലാസ് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുന്ന സീനിലാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. പക്ഷേ നാളത്തെ എപ്പിസോഡിലാണെങ്കിൽ കാണുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കമ്മീഷണർ പിന്നെ മഹേഷിൻ്റെ വീട്ടിൽ വരുന്നു, അവരോട് കാര്യങ്ങളൊക്കെ പറയുന്നു, ചിപ്പിയെ ഇവിടുന്ന് രചനയ്ക്ക് കൊടുക്കണം, അവർ വേർപിരിഞ്ഞല്ലോ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നു. പക്ഷേ ഈ കമ്മീഷണർ അവരെ വാച്ച് ചെയ്യുമ്പോൾ നമ്മുടെ മഹേഷും ചിപ്പിമോളും ഇഷിതയും കൂടെ പാർക്കിലിരുന്ന് കളിക്കുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിക്കളിക്കുന്നു. അവളെ കെയർ ചെയ്യുന്നതെല്ലാം നമ്മുടെ കമ്മീഷണർ ഇരുന്ന് കാണുകയാണ്. അപ്പോൾ കമ്മീഷണർ ചോദിക്കുന്നു, ഇവരെയാണോ നിങ്ങൾ ഒന്നും ചെയ്തില്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്നതെന്ന് ചോദിക്കുന്നു. അതിൻ്റെ ഇടയിലൂടെയാണ് നമ്മുടെ വിനോദാണെങ്കിൽ നമ്മുടെ മയൂരിയെ വിളിക്കുന്നുണ്ട്. മയൂരെ ഫോൺ വിളിച്ചിട്ട് പറയുന്നു, നീയും കൈലാസും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയൊക്കെ പറയുന്നു. എന്തായാലും വിനോദ് അവളെ വെറുതെ വിടില്ലെന്ന് നമുക്ക് ഉറപ്പാണ്. നാളത്തെ എപ്പിസോഡിൽ വളരെ രസകരമായിട്ടുള്ള എപ്പിസോഡാണ് കടന്നു വരുന്നത്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക നാളത്തെ എപ്പിസോഡിനായി. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.